ഓക്കെ, നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. അതായത് നമ്മൾ ബോൾ ലൈൻ ലെവൽ ട്രേഡാണ് നേരത്തെ പഠിച്ചത്. ഇനി നമുക്ക് ഫസ്റ്റ് ലെവൽ ട്രേഡ് പഠിക്കാം. കുറച്ച് ഡേറ്റ ഞാൻ കഴിഞ്ഞ സംഭവിച്ച കുറച്ച് ഡേറ്റ എടുത്തിട്ടുണ്ട്. അത് എല്ലാ ദിവസവും സംഭവിക്കണമെന്നില്ല കേട്ടോ. എല്ലാ ദിവസവും സംഭവിച്ചില്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ട്രേഡ് വേണ്ട, അല്ലാണ്ടുള്ള ദിവസങ്ങളിൽ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ലെവൽ ട്രേഡ് സംഭവിക്കുന്നത് ഫസ്റ്റ് ലെവലിൽ മാത്രം ടച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ 4 ഗ്രാഫുകൾ, ഇപ്പോൾ നിഫ്റ്റിയാണ് നോക്കുന്നതെങ്കിൽ നിഫ്റ്റിയുടെ 4 ഗ്രാഫുകളും ഒരേപോലെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നതാണ് ഫസ്റ്റ് ലെവൽ ട്രേഡ്. ബാങ്ക് നിഫ്റ്റിയാണ് നോക്കുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ 4 ഗ്രാഫുകളും ഒരേപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ലെവൽ ട്രേഡ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താ നിഫ്റ്റിയിൽ കഴിഞ്ഞ സെപ്റ്റംബർ 2 ഉള്ള ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിലിതാ ഈ ഒരു ക്യാൻഡിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്ന ഈ ഒരു ടൈം, അതെ ഇത് ഫസ്റ്റ് ലെവലാണോ ബോർഡർ ലൈൻ ആണോ സെക്കൻഡ് ലെവലാണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഡയറക്ഷൻ തരും. അതായത് അതവിടെ തന്നെയാണ് എന്നുള്ളത്. അതായത് ഇത് രണ്ടും നോക്കി നമുക്കത് അത്രയും കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതായത് ഒരു ഗ്രാഫ് റിജക്റ്റ് ചെയ്ത പോയിന്റ് നോക്കണോ അതോ അതിപ്പോൾ എൻഡ് ചെയ്തിരിക്കുന്ന പൊസിഷൻ നോക്കണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അതായത് ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ എൻഡിങ് പോയിന്റ് നോക്കാനാണെങ്കിൽ ഇതൊരു ബോർഡർ ലൈനിന് ട്രേഡാണെന്ന് പറയാം, ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അപ്പർ പോയിന്റ് നോക്കാനാണെങ്കിൽ ഇതൊരു ഫസ്റ്റ് ലെവലാണെന്ന് പറയാം. ഓക്കെ, ഇതിൽ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ ഇതിൻ്റെ അപ്പർ പോയിന്റ് ആണെങ്കിൽ ഫസ്റ്റ് ലെവലിനോടാണ് അടുത്ത് കിടക്കുന്നത്. പിന്നെ എൻഡ് നോക്കാനാണെങ്കിൽ ഇത് ബോർഡർ ലൈനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഫസ്റ്റ് ലെവൽ ട്രേഡാണോ ബോർഡർ ലൈൻ ട്രേഡാണോ എന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് 2 ഗ്രാഫുകൾ കൂടെ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ കൺഫേം ചെയ്ത് പറയും അത് അതായത് ഫസ്റ്റ് ലെവലായിട്ട് എടുക്കണോ ബോർഡർ ലൈനായിട്ട് എടുക്കണോ എന്നുള്ളത്. നോക്കുക, ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കൂ. ഈ ഒരു ഗ്രാഫിൽ അതേ ക്യാൻഡിൽ നിൽക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഫസ്റ്റ് ലെവലിലാണ് എൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, എന്നാൽ സ്റ്റാർട്ട് ചെയ്ത ബോൾ ലൈനാണെന്ന് പറയാനും പറ്റത്തില്ല. സോ ദ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഇത് ഫസ്റ്റ് ലെവലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അടുത്തതിൻ്റെ മറ്റൊന്ന് നോക്കിയാൽ അടുത്ത ക്യാൻഡിൽ നോക്കിയാൽ അതും ഫസ്റ്റ് ലെവലിലാണ് കൂടുതൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അത് 2 ഫസ്റ്റ് ലെവലാണ്. അപ്പോൾ ഇതിനെയും ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്തതാണെങ്കിലും ഫസ്റ്റ് ലെവലായിട്ട് എടുക്കാം, ഫസ്റ്റ് ലെവലിൽ എൻഡ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിലും ഫസ്റ്റ് ലെവലായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്ത പോയിന്റാണ്. സോ അത് ഫസ്റ്റ് ലെവൽ ട്രേഡ് തന്നെയാണ്. ഇതും ഫസ്റ്റ് ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാം ഫസ്റ്റ് ലെവലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 4 ഗ്രാഫുകളും ഫസ്റ്റ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് ഫസ്റ്റ് ലെവലാണോ ബോർഡർ ലൈൻ ആണോ സെക്കൻഡ് ലെവലാണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും അത് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ചിലത് ഈ നമ്മളുടെ വാലും തുമ്പുള്ള ക്യാൻഡിൽസ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. എവിടെയാണ് എൻഡാണോ നോക്കേണ്ടത് അതോ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണോ നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ വേറെ ഏതെങ്കിലും ഒരു ക്യാൻഡിലെങ്കിലും മറ്റ് 4 ഗ്രാഫിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിലെങ്കിലും കറക്റ്റ് പൊസിഷൻ പറയും. അപ്പോൾ ആ പൊസിഷനോട് മാച്ചാണോ നമ്മളുടെ ഈ ക്യാൻഡിൽ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇത് രണ്ടിലും നമുക്ക് നോക്കി മനസ്സിലാക്കാം ഇത് രണ്ടും ഫസ്റ്റ് ലെവലാണെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഫസ്റ്റ് ലെവൽ, ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫസ്റ്റ് ലെവലിനോട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. 2 ഫസ്റ്റ് ലെവലിനോട് ഏകദേശം മാച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ലെവൽ ട്രേഡോടെ ആക്റ്റീവാണ്. അതായത് 4 പോയിന്റുകളും ഫസ്റ്റ് ലെവലിൽ വന്ന ഒരു ക്യാൻഡിലാണത്. അതായത് ആ ഫസ്റ്റ് ലെവൽ വന്നെങ്കിൽ അവിടുന്ന് റിജക്ഷൻ സംഭവിക്കും എന്നുള്ളതാണ്. അതായത് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ സംഭവിക്കും. അപ്പോൾ ഈ 4 നമ്മളുടെ ഗ്രാഫുകൾ ഒരേപോലെ ഫസ്റ്റ് ലെവൽ വന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ റിജക്ഷൻ സംഭവിക്കും. അതായത് ഇതൊരു പി ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടോ. ഇങ്ങനെ പി ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വെച്ചത് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. സോ അതേസമയം അടുത്ത പി ട്രെൻഡും, അതായത് നമ്മളുടെ 2 പി ഗ്രാഫുകളും 2 സി ഗ്രാഫുകളും നിങ്ങൾക്കുണ്ടാകും. ആ 2 പി ഗ്രാഫുകളും ഒരേപോലെ ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു, 2 സി ഗ്രാഫുകളും ഒരേപോലെ ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. സോ അവിടെ ഒരു ബ്രേക്കാണ് സംഭവിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പോസിറ്റ് ട്രേഡ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് പിന്ന് എന്തായാലും എക്സിറ്റ് ആകണം എന്നുള്ള നമ്മുടെ എക്സിറ്റ് പോയിന്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ ചെന്ന് ടച്ച് ചെയ്യുകയും പി അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സിയിലേക്ക് വരുന്നു. അപ്പോൾ നെക്സ്റ്റ് സിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുന്ന് അങ്ങോട്ടേക്ക് സി ട്രെൻഡ് സംഭവിക്കുകയാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സി ഓപ്റ്റ് ചെയ്യാം, സി ഓപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. സിയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. സി ട്രെൻഡിലേക്ക് നമ്മൾ വരുമ്പോൾ സി എടുത്തവർക്കൊക്കെ എന്താണ് 132 രൂപയിലാണ് ഇത് എൻഡ് ചെയ്ത് അന്നത്തെ പി സി ഇടിഞ്ഞിടിഞ്ഞ് എൻട്രി ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത
ട്രെൻഡിൽ, അതായത് അടുത്ത ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സി ട്രെൻഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സി ഗ്രാഫിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ദെൻ ആ 132 രൂപയുടെ സാധനം 150 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ അത് ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം 20% എബോക്ക് റിട്ടേണിലേക്ക് അത് വന്നിട്ടുണ്ട്, 25% ഒക്കെ റിട്ടേണിലേക്ക് അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ആ ഒരു സി ട്രെൻഡിലേക്ക് എൻ്റർ ചെയ്യാം. ഏറ്റവും നമ്മുടെ റിസ്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് 10% എന്തായാലും കിട്ടും. ഓക്കെ, അപ്പം നല്ല ഒരു 10% റിട്ടേൺ എടുത്തിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ട്രേഡായിരുന്നു അവിടെ. ബാക്കി ഇതെല്ലാം ഫസ്റ്റ് ലെവലിൽ വന്നതെന്ന് പറയാനായിട്ട് നമുക്ക് മറ്റൊരു ട്രേഡ് ഇല്ല. ബാക്കി എല്ലാം ഒരുപോലെ ഫസ്റ്റ് ലെവലിൽ വരുന്ന ട്രേഡ് സംഭവിച്ചില്ല. അത് ഇവിടെ ഒരെണ്ണം ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ടെങ്കിലും ബാക്കി മറ്റൊന്നും ഫസ്റ്റ് ലെവലിൽ വരുന്നില്ല. സോ അത് ഫസ്റ്റ് ലെവൽ ട്രേഡ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഇനി അടുത്തൊരു ദിവസം നോക്കാം. ഈ ഒരു ദിവസത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ഫസ്റ്റ് ലെവലിൽ വരുന്നുണ്ട്, ഇതും ഫസ്റ്റ് ലെവലിൽ വരുന്ന, അതായത് എൻ്റെ അപ്പർ പോയിൻ്റാണ് ഫസ്റ്റ് ലെവലിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ലെവലിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ ലോവർ പോയിൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ വാലോ തുമ്പോ എവിടെയെങ്കിലേക്ക് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരെണ്ണമെങ്കിലും നമുക്ക് അങ്ങനെ ടച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് ആ ട്രേഡാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പി ക്യാൻഡിൽസ് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ അപ്പം അവിടെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു സി ട്രെൻഡിനെ, അതായത് ഇവിടെ നല്ല രീതിയിൽ സി മൂവ് ചെയ്ത് വന്നതാണ്, പക്ഷേ ഇവിടെ വെച്ച് ബ്രേക്ക് ആകാനുള്ള കാരണം ഇതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം ഇത് വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്ത് അതേ പോയിന്റിൽ വെച്ചിട്ട് ഇവിടെയും വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്, അതാ ഇവിടെയും വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിലും കുഴപ്പമില്ല. അത് എവിടെ വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു, റിജക്ട് ചെയ്തു, അതുകൊണ്ടാണ് അവിടെ റിജക്ഷൻ സംഭവിച്ചത്. അല്ലെങ്കിൽ ആ ഒരു വൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റിൽ അങ്ങോട്ട് പോകേണ്ടതായിരുന്നു. ഏതെങ്കിലും ഗ്രാഫുകൾ നേരത്തെ ഓടി അങ്ങ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് വന്ന് ഒരേപോലെ ടച്ച് ചെയ്തുകൊണ്ട് സോ അവിടുന്ന് നമ്മൾ ആ ഒരു സി ട്രെൻഡിനെ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട പൊസിഷനാണത്. സോ അവിടുന്ന് എക്സിറ്റ് ചെയ്ത് പി ട്രെൻഡ് അവിടെ സംഭവിക്കുകയാണ്. പി ഗ്രാഫ് അത് നോക്കിക്കേ, ഒരു 120 രൂപയുടെയൊക്കെ പിയിൽ എൻ്റർ ചെയ്തിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു 140 രൂപയെങ്കിലുമൊക്കെ അത് ട്രാവൽ ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത്രത്തോളം റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളതാണ് അടുത്ത പൊസിഷൻ. ഈ ഓരോ പൊസിഷനിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തൊട്ടടുത്ത പൊസിഷൻ ആക്റ്റീവ് ആകാതെ നോക്കണം. അപ്പോൾ അവിടെ വെച്ച് അത് എൻഡ് ചെയ്യും. കാരണം ഇത് നോക്കിക്കേ, ഇത് ഇവിടുന്ന് നമ്മളൊരു പി ട്രെൻഡിൽ എൻ്റർ ചെയ്താണ്. ഇവിടെ വെച്ച് ആ പി ട്രെൻഡ് ഡ്രോപ്പ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത് സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തു. അതേസമയം ഇവിടെയും അടുത്ത ഗ്രാഫും പോയി സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തു. ഇത് രണ്ടെണ്ണം ഒരുമിച്ച് ടച്ച് ചെയ്യുമ്പോഴും റിജക്ഷൻസ് സംഭവിക്കാറുണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും സംഭവിക്കണമില്ല. 3 അല്ലെങ്കിൽ 4 ഒക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് എല്ലായ്പ്പോഴും റിജക്ഷൻസ് ഉള്ളത്. ഇതിപ്പോൾ 2 സംഭവിക്കുന്ന സമയങ്ങളിൽ ഒട്ടുമിക്ക സമയങ്ങളിൽ 50 അല്ല, ഒരു 60% എങ്കിലും അത് നമുക്ക് ഉറപ്പിക്കാം അവിടെ ഒരു റിജക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ആ റിസ്ക് എടുക്കാതെ എക്സിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ 4 ഗ്രാഫുകൾ ഒരേപോലെ നോക്കാനുള്ള കഴിവെന്ന് പറയുന്നത് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അതിൽ നിന്ന് എടുക്കേണ്ടതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷം നമുക്കത് ഓക്കെ ആണെന്ന് തോന്നുമ്പോഴത്തേക്കാണ് നമ്മൾ ഒറിജിനൽ മണി ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് അടുത്ത ലെവൽ ആക്റ്റീവ് ആയതാണ്, അവിടെ ഒരു റിജക്ഷൻ സംഭവിച്ചത്. ഇല്ലെങ്കിൽ അത് വൺ ഡയറക്ഷനലി അത് ട്രാവൽ ചെയ്തേനെ. അതുകൊണ്ടാണ് നമ്മളൊരു മിനിമം പ്രോഫിറ്റ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മിനിമം പ്രോഫിറ്റ് എന്തായാലും നമ്മുടെ ആ എൻട്രി പോയിന്റിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നോക്കുക, അടുത്ത ദിവസം ഇത് ഞാൻ 10 മിനിറ്റിൻ്റെ ക്യാൻഡിലാക്കിയിട്ടുണ്ട്. കാരണം കുറച്ചും കൂടെ ക്ലാരിറ്റി അന്ന് 10 മിനിറ്റിൻ്റെ ക്യാൻഡിലായിരുന്നു. ഇപ്പോൾ ഏത് മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ക്ലാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ 15 മിനിറ്റ്സ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ വാല് പ്രതീക്ഷിക്കുന്ന ക്യാൻഡിൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ തൊട്ട് പിന്നിലേക്കുള്ള ക്യാൻഡിൽസ് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് ഇട്ട് നോക്കാം അതിൻ്റെ എൻഡ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം അത് നോക്കുക, സെക്കൻഡ് ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും, കാരണം ഇത് സെക്കൻഡ് ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും ഇത് ഇവിടെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, ഇതും ബോൾ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, ഇവിടെയാണെങ്കിലും ബോൾ ലൈൻ, ഇവിടെയാണെങ്കിലും ബോൾ ലൈൻ. സോ ഇത് അടുത്ത ട്രേഡ് ആക്റ്റീവായി, അതായത് ഇവിടെ ആദ്യം ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്താൽ നിൽക്കുന്നത് കണ്ടോ. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ ഒരു 10 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സംഭവിക്കുന്ന സമയത്ത് ഇതിവിടെ വന്ന് ഫസ്റ്റ് ലെവലാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം അടുത്ത ക്യാൻഡിൽ ഫസ്റ്റ് ലെവലാണ് ടച്ച് ചെയ്യുന്നത്, അടുത്ത ക്യാൻഡിൽ ഫസ്റ്റ് ലെവലാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, 3 ഓക്കെയാണ്. ഇത് സെക്കൻഡ് ലെവലിൽ പോയെങ്കിലും പക്ഷേ ഇത് 3 ഓക്കെയാണ്. 3 ഓക്കെയാണെങ്കിൽ ആ ട്രേഡ് ആക്റ്റീവ് ആകണം. സോ ആ ട്രേഡ് ആക്റ്റീവ് ആകുകയും അതായത് ഇവിടുന്ന് റിജക്ഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, ഒരേപോലെ ട്രാവൽ ചെയ്ത് ഒരു വൺ ഡയറക്ഷനിൽ വരുമ്പോൾ ഒരേപോലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു റിജക്ഷൻ സംഭവിക്കും. സോ ആ ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവായി കണ്ടോ.
ഫസ്റ്റ് ലെവൽ ട്രേഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണിത്. കണ്ടോ, ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവായി. എന്നാൽ അടുത്ത ട്രേഡ് ആക്റ്റീവ് ആകരുത്. ആക്റ്റീവ് ആകുന്നത് വരെ നമുക്ക് ആ ട്രേഡിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് ആ ഒറ്റ ഫസ്റ്റ് 10 മിനിറ്റ്സിൽ ആ ട്രേഡ് ആക്റ്റീവ് ആകുകയും അടുത്ത മൊമെൻറ്റിൽ നമ്മളിവിടെ വെച്ചിട്ട് ഒരു സി ട്രേഡിലേക്ക് എൻട്രി ചെയ്യുകയാണ് നമ്മൾ, അല്ലേ? ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കിയത് ഫസ്റ്റ് ലെവലിലാണ് ഇന്ത്യ നിൽക്കുന്നത്. സോ അടുത്തത് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കുകയാണ്. സോ ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ സി ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്നു. സി ട്രേഡിലേക്ക് ഇവിടുന്ന് എൻട്രി ചെയ്തു. ഇതൊരു 270 വരെയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. 270 വരെ മൂവ് ചെയ്തപ്പോഴത്തേക്കും അവിടുന്ന് റിജക്ട് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതെന്താ അവിടെ റിജക്ട് ചെയ്ത് നിൽക്കുന്ന ആ ക്യാൻഡിലെന്ന് ശ്രദ്ധിച്ചപ്പോഴത്തേക്കാണ് അത് പോയി ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് അടുത്ത ട്രേഡായി, അടുത്ത ആക്റ്റീവ് പോയിൻ്റായി. അടുത്ത അത് ബോർഡ് ലൈൻ ട്രേഡിലേക്ക് പോയി. 4 ഗ്രാഫുകൾ ഒരേപോലെ ബോർഡ് ലൈനിൽ ടച്ച് ചെയ്തു. അപ്പോൾ അത് തിരിച്ച് ഓപ്പോസിറ്റ് ട്രേഡ്. ഇതാണ് ഞാൻ സി എടുക്കുമ്പോൾ എന്തുകൊണ്ട് പി സംഭവിക്കുന്നു, ഞാൻ പി എടുക്കുമ്പോൾ എന്തുകൊണ്ട് സി സംഭവിക്കുന്നു എന്നുള്ള ഡൗട്ട്സ് നമുക്ക് തന്നെ. അത് അടുത്ത ട്രേഡ് ആക്റ്റീവ് ആകരുത്. അടുത്ത ട്രേഡ് ആക്റ്റീവ് ആയാൽ അടുത്ത പോയിന്റിലേക്ക് പോയി. അപ്പോൾ നമ്മളുടെ ആ ട്രേഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 7 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ക്വിറ്റ് ചെയ്യണമായിരുന്നു. 7 മിനിറ്റ്സ് ആകുമ്പോൾ അടുത്ത ട്രേഡിലേക്ക് അത് ആക്റ്റീവ് ആയി എന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് അതിലൊരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ വലിയ എമൗണ്ടുകളൊക്കെ ഇൻപുട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. സോ അതായത് ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് ആക്റ്റീവായി എടുത്തു, ഇവിടെ ഒരു പി സംഭവിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പി എടുത്ത് ജസ്റ്റ് അടുത്ത മിനിറ്റ്സിൽ സി സംഭവിച്ചു. അതായത് അടുത്ത ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടും, 5 മിനിറ്റെങ്കിലും നമുക്ക് കിട്ടും. ആ ഒരു 5 മിനിറ്റിൽ അടുത്ത ട്രേഡ് സംഭവിക്കുമ്പോൾ അത് അവിടുന്ന് ക്യാൻസൽ ചെയ്തു, അടുത്ത ട്രേഡ് സംഭവിച്ചു. കൃത്യസമയത്ത് ഞാൻ പറയുമ്പോൾ ഞാൻ ഓടിയെത്തി പറയാനായിട്ട് ആ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് കിട്ടണമെന്നില്ല. ഇതാണ് നമ്മുടെ ഒരു ലൈവ് ട്രേഡിൻ്റെ പ്രശ്നം വരുന്നത്. ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ അടുത്ത ട്രേഡ് എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൂടെ കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് പേപ്പർ ട്രേഡ് ചെയ്തിട്ടാണെങ്കിൽ അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം, അതാണ് ഞാൻ പറഞ്ഞ ഒരു 1000 രൂപ 2000 രൂപ മാക്സിമം ഇട്ടതിന് ശേഷം, അതായത് അത് പോകുമെന്നുള്ള പ്രതീക്ഷിച്ചാണ്. കാരണം അതിന് എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ അതിന് പേപ്പർ ട്രേഡ് ചെയ്യുക, നിങ്ങൾ എഴുതി വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക, മണി ഇൻപുട്ട് ചെയ്യേണ്ട. ട്രേഡ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 വീക്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയി എന്നുള്ളതാണ്. നമുക്ക് പണം തന്നെ ഇൻപുട്ട് ചെയ്യാം. തിരിച്ച് അടുത്ത ട്രേഡ് ആക്റ്റീവായി. കാരണം എല്ലാം ഈ രണ്ടാമത്തെ ക്യാൻഡിൽ എല്ലാം ബോർഡ് ലൈനെ ടച്ച് ചെയ്തു. ബോർഡ് ലൈൻ ട്രേഡ് ആക്റ്റീവായി. ഫസ്റ്റ് ലെവൽ ട്രേഡിൽ ആക്റ്റീവായപ്പോൾ നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തെങ്കിലും അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ ബോർഡ് ലൈൻ ട്രേഡാണ് ആക്റ്റീവായത്. സോ അടുത്ത ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിച്ചു. ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അടുത്ത ക്യാൻഡിൽ മൂവ് ചെയ്ത് നോക്കിയേ. അടുത്ത ക്യാൻഡിൽ മൂവ് ചെയ്ത് ഇതിവിടെ സെക്കൻഡ് ലെവലിൽ വരുന്നുണ്ട്. അടുത്ത ക്യാൻഡിൽ ഇവിടെ സെക്കൻഡ് ലെവൽ എത്തിയിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഇത് അടുത്ത മൂന്നാമത്തെ ക്യാൻഡിൽ സെക്കൻഡ് ലെവൽ വരുന്നുണ്ട്. രണ്ടെണ്ണം ഓക്കെയാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ക്യാൻഡിൽ സെക്കൻഡ് ലെവലും ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അത് സെക്കൻഡ് ലെവൽ ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. ഒരേപോലെ സെക്കൻഡ് ലെവൽ വന്നാലേ സെക്കൻഡ് ലെവൽ ട്രേഡ് ആക്റ്റീവ് ആവുള്ളൂ. ഇത് രണ്ടെണ്ണേ മൂന്നാമത്തെ ക്യാൻഡിൽ സെക്കൻഡ് ലെവലിൽ വരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം മാറിയാണ് പോയത്. അതുകൊണ്ട് സെക്കൻഡ് ലെവൽ ട്രേഡ് ആക്റ്റീവ് ആയില്ല. കാരണം ഒരു വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റിലേക്ക് വീണ്ടും അത് പോയിക്കൊണ്ട് തന്നെ ഇരുന്നു. അതാണ് ഇത്. ഇവിടെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. സെക്കൻഡ് ക്യാൻഡിൽ ബോർഡ് ലൈൻ ട്രേഡാണ് ആക്റ്റീവ് ആയത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരേപോലെ ഫസ്റ്റ് ലെവൽ വരുമ്പോഴാണ് ഫസ്റ്റ് ലെവൽ ട്രേഡ് എന്ന് പറയുന്നത്. അടുത്ത ദിവസം നോക്കൂ, ഇതിവിടെ നിന്ന് ഇടിഞ്ഞത് ഫസ്റ്റ് ലെവലിൽ അടുത്തിട്ടില്ല, ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഇതിവിടെ ഫസ്റ്റ് ലെവൽ ട്രേഡിൽ വന്നിട്ടുണ്ട്. അടുത്തത് ഇതും ഫസ്റ്റ് ലെവൽ ട്രേഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ അപ്പർ പോയിന്റ് നോക്കണം, എൻഡിങ് പോയിന്റ് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കൺഫേം ചെയ്ത് പറയും. കണ്ട, ഇത് അതിൻ്റെ എൻഡിങ് പോയിന്റ് ആണ് നോക്കേണ്ടത്. കറക്റ്റ് നമ്മൾ കൺഫേം ചെയ്ത് പറഞ്ഞു. സോ ഇതിൻ്റെ എൻഡിങ് പോയിന്റ് കണ്ട, നമുക്ക് ഫസ്റ്റ് ലെവലാണോ നോക്കാം. അത് ഫസ്റ്റ് ലെവലാണ്. അപ്പോൾ ഇതെങ്കിലും ഫസ്റ്റ് ലെവലാണെന്ന് പറയാൻ പറ്റുമോ നോക്കാം. അത് ഫസ്റ്റ് ലെവലാണ്, ഇത് ഫസ്റ്റ് ലെവലാണ്. മൂന്നെണ്ണം കൺഫേംഡ് ആണ്. സോ അവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ, അതായത് ആ ഒരു സി ട്രേഡ് ഇടിയാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും ഒരു സി ട്രേഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ പി ട്രേഡ് ആക്റ്റീവ് ആകുന്നു. പി ട്രേഡിലേക്ക് എൻട്രി ചെയ്യാം. 69 രൂപയുടെ സാധനം കണ്ടോ, ഒരു 89 രൂപ അല്ലെങ്കിൽ 80 രൂപ റേഞ്ചെങ്കിലും പോയിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രോഫിറ്റ് റേഞ്ച് നമുക്ക് കിട്ടും, അല്ലേ? അപ്പോൾ ഏറ്റവും റിസ്ക് കുറക്കാനായിട്ട് ഇത് ബോർഡ് ലൈൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ 5% 10% റിട്ടേൺ എടുത്തുകൊണ്ട് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ വളരെ ബെറ്ററാണ്. കാരണം നമ്മുടെ ബോർഡ് ലൈൻ ട്രേഡിൽ 5% 10% എന്നല്ല, അതിനേക്കാൾ എബോ, അതായത് 100% എബോ ഒക്കെ റിട്ടേൺ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമ്മളുടെ സൈക്കോളജിക്കലി നമ്മൾ അതെടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുമ്പോഴത്തേക്കാണ് നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ് അവിടെ തകർന്നു പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അഗ്രസീവ് മൈൻഡ് ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ലോസ് സംഭവിക്കുക. അപ്പോൾ കൃത്യമായിട്ടൊരു 2 വീക്സ് നമ്മളതിനെ ഫോളോ ചെയ്ത് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ആകാനായിട്ട് പറ്റും. അടുത്ത ദിവസം നോക്കിയത് ഈ പോയിന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ലെവൽ വരുന്നുണ്ട്. ഇതും ഫസ്റ്റ് ലെവൽ വരുന്നുണ്ട്. അതേസമയം ഇവിടെയും ഫസ്റ്റ് ലെവൽ വരുന്നുണ്ട്, ഇവിടെയും ഫസ്റ്റ് ലെവൽ വരുന്നുണ്ട്. സോ
എന്ത് ചെയ്യാം, കണ്ടോ ഒരു സി മൂവ്മെൻറ്റ് ഇവിടം വരെ വന്നതാണ്. സോ ഒരുമിച്ച് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തത് കൊണ്ട് ഇവിടുന്ന് ഇത്രയും സി ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഒരുമിച്ച് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. സോ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു സി ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ ഒരു പി ട്രേഡ് സംഭവിക്കും. കണ്ടോ പി ട്രേഡ് സംഭവിച്ചിട്ടുണ്ട്. 357 രൂപയുടെ എത്ര വരെയൊക്കെ പോയിട്ടുണ്ട്, 452 രൂപ വരെയൊക്കെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത് നോക്കൂ, അടുത്തത് സെക്കൻഡ് ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ലെവൽ കറക്റ്റായിട്ട് നമുക്ക് പറയാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് കറക്റ്റായിട്ട് ഇത് ഫസ്റ്റ് ലെവലാണോ ബോർഡ് ലൈൻ ആണോ എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിൽ നോക്കുക. ഇത് ഫസ്റ്റ് ലെവലാണെന്ന് പറയുന്നുണ്ട്. സോ ഇതിനെ ഫസ്റ്റ് ലെവലായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതും ഫസ്റ്റ് ലെവലോടാണ് കൂടുതൽ മാച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇതും ഫസ്റ്റ് ലെവലാണ്. സോ നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് തന്നെ കരുതാം. അപ്പോൾ അതായത് ഇവിടുന്ന് ഒരു സി ട്രെൻഡ് സംഭവിച്ച ഒരു സാധനം ഇത്രയൊക്കെ പോയതാണ്. അപ്പോൾ ഇത്രയും ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എൻഡ് നോക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് ലെവലാണ്. സോ അവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. അത് നമുക്ക് പി ട്രെൻഡിൽ ഇവിടെ എൻ്റർ ചെയ്തവർക്ക് 212 രൂപയ്ക്ക് എൻ്റർ ചെയ്താൽ 240 രൂപയൊക്കെ റേഞ്ചിലേക്ക് അത് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ബോർഡ് ലൈൻ ട്രേഡ് ആക്റ്റീവ് ആകുന്നു. ഒരുമിച്ച് തന്നെ അടുത്ത ട്രേഡ് ആക്റ്റീവ് ആകണം. കേട്ടോ, മൂന്നാമത്തെ ക്യാൻഡിലായപ്പോൾ ബോർഡ് ലൈനിലോടാണ് കൂടുതൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. ഇതും ബോർഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. ദെൻ ഇതും ബോർഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലതുമ്പോഴുള്ള ക്യാൻഡിലാണ്. സോ അത് നമുക്ക് റിസ്ക് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ആ ട്രേഡിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്യുക. അവിടെ കൺസോൾട്ടേഷൻ സംഭവിക്കാനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കാനോ ഒക്കെ സാധ്യതകളുണ്ട് അങ്ങനെയുള്ള ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ ടൈം ഫ്രെയിം മാറ്റി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ ഈ ഒരു പോയിന്റിൽ ഒരു 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇടുമ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓപ്പോസിറ്റ് ട്രേഡ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഒരു പി ട്രെൻഡ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ഇട്ട് നമ്മൾ ആദ്യം തന്നെ 15 മിനിറ്റ്സിന് ടൈം ഫ്രെയിം ഇട്ട് വയ്ക്കുക. അത് നമുക്ക് കൃത്യമായ ഡയറക്ഷൻ തരുന്നില്ലെങ്കിൽ മാത്രം ടൈം ഫ്രെയിമുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെവൽ ട്രേഡ് എന്ന് പറയുന്നത്. എല്ലാം ഒരുമിച്ച് ഫസ്റ്റ് ലെവൽ വരുമ്പോഴാണ് ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവ് ആകുക. എല്ലാം ഒരുമിച്ച് സെക്കൻഡ് ലെവൽ വരുമ്പോൾ സെക്കൻഡ് ലെവൽ ട്രേഡ് ആക്റ്റീവ് ആകും. എല്ലാവരും ഒരുമിച്ച് ബോർഡ് ലൈനിൽ വരുമ്പോൾ ബോർഡ് ലൈൻ ട്രേഡ് ആക്റ്റീവ് ആകും. അതായത് ഓപ്പോസിറ്റിലേക്ക് പോകുമെന്നുള്ളതാണ്. അതുവരെ മൂവ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഡയറക്ഷനെ തെറ്റിച്ചുകൊണ്ട് ആ ഡയറക്ഷനെ മാറ്റുമെന്നുള്ളതാണ് അടുത്ത ലെവൽ ഓഫ് ട്രേഡ് ആക്റ്റീവ് ആകുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെവൽ ട്രേഡിൻ്റെ വീഡിയോ, ബോർഡ് ലൈൻ ട്രേഡിൻ്റെ വീഡിയോ ഞാൻ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 1 പോയി കാണുക. ഇതതിൻ്റെ പാർട്ട് 2 ആണ്. അതിനുശേഷം പാർട്ട് 2 വന്ന് കാണുക. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.